അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ പുതുതലമുറയ്ക്ക് വഴികാട്ടുന്ന വാക്കുകൾ. അഞ്ചേരി സ്കൂളിലെ എല്ലാ കുട്ടികൾക്കും അധ്യാപകർക്കും നമസ്കാരം. ഞാനിവിടെ പഠിപ്പിച്ചിരുന്ന ഇപ്പോൾ റിട്ടയറായ ആനി ടീച്ചറാണ്. വായിച്ചാലും വളരും, വായിച്ചില്ലേലും വളരും. വായിച്ചാൽ വിളയും, വായിച്ചില്ലേൽ വളയും എന്ന കവി കുഞ്ഞുണ്ണി മാഷ്ടെ കവിത മിക്കവരും കേട്ടിട്ടുണ്ടാകുമല്ലോ. വായനയുടെ പ്രാധാന്യത്തെ നർമ്മരൂപത്തിൽ മറ്റുള്ളവർക്ക് മനസ്സിലാക്കുകയാണ് അദ്ദേഹം ചെയ്തത്. വായന മനുഷ്യനെ പൂർണ്ണനാക്കുന്നു എന്നാണ് പറയുന്നത്. നമുക്കറിയാത്ത പല പുതിയ അറിവുകളും ഓരോ വായനയിലൂടെയും നമുക്ക് ലഭിക്കും. ദിവസവും കുറച്ച് സമയമെങ്കിലും വായനയ്ക്കായി മാറ്റിവെക്കാൻ ശ്രമിക്കണം. കൂടാതെ പേപ്പർ വായന ഒരു ശീലമാക്കൂ. പിന്നെ പേപ്പർ വായന ശീലമാക്കിയാൽ മാത്രം പോരാ, മെയിൻ വാർത്തകൾ, അതായത് പ്രധാന വാർത്തകൾ 2 3 നമുക്ക് പെട്ടെന്ന് നമുക്ക് മനസ്സിൽ തോന്നുന്നത് പ്രധാനമാണ് എന്ന് തോന്നുന്ന 2 3 വാചകങ്ങൾ, പ്രധാന പോയിന്റുകൾ മാത്രം ഡേറ്റ് ഇട്ട് എഴുതി വയ്ക്കുകയാണെങ്കിൽ അത് വളരെ നല്ല ഒരു ശീലമാണെന്നാണ് ഞാൻ പറയുക. കുട്ടികളോട് ഞങ്ങൾ പണ്ട് പഠിപ്പിക്കുന്ന കാലത്ത് പറയാറുണ്ട്, ചില കുട്ടികളൊക്കെ ചെയ്യാറുണ്ട്, ചില കുട്ടികൾ ആ പറഞ്ഞ കാലം മാത്രം ചെയ്യും, പിന്നത്തെ കൊല്ലം അത് ചെയ്യാറില്ല. അങ്ങനെയാണ് ചെയ്യാറവര്. ചില ദിവസം നമ്മൾ നിർബന്ധമായിട്ട് ചോദിക്കും എന്നുണ്ടെങ്കിൽ മാത്രം ചെയ്തു വരുന്നവരുണ്ട്. ഇനി അഥവാ പെട്ടെന്ന് നമ്മൾ മറന്നുപോയി അന്നപ്പോൾ ടീച്ചർ ചോദിക്കുകയൊന്നുമില്ല, എന്നാ പിന്നെ എഴുതണ്ട, അങ്ങനെ വിചാരിക്കുന്നവരുണ്ട്. പക്ഷെ നമുക്കാണ് അതിൻ്റെ ഉപയോഗം എന്ന് മനസ്സിലാക്കി അതൊരു ചെറിയൊരു ശീലമാക്കി മാറ്റാൻ ശ്രമിക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് അത് വളരെ ഫലപ്രദമാണ് എന്നാണ് ഞാൻ പറയുക. നല്ല പുസ്തകങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും നല്ല കൂട്ടുകാരാണ്. ഒരു പുസ്തകം 100 നല്ല സുഹൃത്തുക്കൾക്ക് തുല്യമാണ് എന്നാണ് നമ്മുടെ പഴയ ഇന്ത്യൻ പ്രസിഡന്റായിരുന്ന APJ അബ്ദുൽ കലാം പറഞ്ഞിട്ടുള്ളത്. ചെറുപ്പം മുതലേ വായന ഒരു ശീലമാക്കാൻ ശ്രമിക്കണം. എൻ്റെ ചെറുപ്പത്തിലെ പുസ്തകങ്ങളോ ന്യൂസ് പേപ്പറോ ഒന്നും വീട്ടിൽ വരുത്തിയിരുന്നില്ല. ബന്ധുവീടുകളിലോ അയൽവീടുകളിലോ പുസ്തകങ്ങളൊക്കെ കാണുകയാണെങ്കിലും വാരികകൾ കണ്ടാലും ന്യൂസ് പേപ്പർ കണ്ടാലൊക്കെയും ആർത്തിയോടെ അതെല്ലാം വായിക്കുമായിരുന്നു ഞാൻ പണ്ട്. അത് കാണുമ്പോൾ അവർ പറയും, വീട്ടിൽ കൊണ്ടുപോയി വായിച്ചിട്ട് തന്നാൽ മതി കേട്ടോ എന്ന് പറയും. അപ്പം നമുക്ക് ഇരട്ടി സന്തോഷമാണ്. ഇങ്ങനെ വായന ഒരു ലഹരിയായി കണ്ടാൽ ചീത്ത കൂട്ടുകെട്ടുകളിലോ മറ്റു ദുശീലങ്ങളിലോ ഒന്നും പോകണമെന്ന് തോന്നില്ല. പഠിക്കുന്ന സമയം കഴിഞ്ഞാൽ ഉടനെ നമ്മൾ വായിച്ചു